പോർഷനിൽ നിന്നാണ് ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ മഹീന്ദ്രയുടെ ഷോറൂം സർവീസ് സെൻറ്റർ തേടിയുള്ള നമ്മുടെ നീണ്ട 125 കിലോമീറ്റർ യാത്ര, ആ സൗണ്ടും വെച്ച് അവനെ ഇത്ര നമ്മൾ ഓടിച്ച് വേറെ നിവർത്തിയില്ലായിരുന്നു. അഗെയിൻ 460 കിലോമീറ്റർ വീണ്ടും മൂവ് ചെയ്യാൻ പോവാം വിത്ത് ദിസ് കണ്ടീഷൻ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡേ 6 ആണല്ലേ? കേരള ടു സിക്കിം ഡേ 6-ലാണ്. ഇപ്പൊ നമ്മള് മധ്യപ്രദേശിന്റെ സ്റ്റാർട്ടിങ് MHE നമ്മൾ ജസ്റ്റ് അങ്ങ് കയറി ബോർഡർ ആയിട്ട് പറഞ്ഞത് സിയോണി എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോ അങ്ങനെയായിരുന്നു വായിച്ചത്. ഇന്ന് ഹിന്ദിയിൽ എഴുതി കണ്ടപ്പോഴാണ് അത് ശിവനി എന്നാന്നുള്ള സ്ഥലം ശിവനി എന്നൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ശിവനി എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിലാണ്. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ഡിഷ് ഫുഡ് നമ്മൾ നോർത്ത് സൈഡിലേക്ക് കയറി കഴിയുമ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ആണ്. ഇത് വളരെ റെയറായിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൈവേ കയറി കഴിഞ്ഞാൽ ദാബാസ് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഗവൺമെൻറ് ബിൽഡിങ് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് ഇവിടുത്തെ ഒരു ശിവനി എന്ന് പറയുന്ന സ്ഥലം. മധ്യപ്രദേശിലെ ഒരു നീറ്റായിട്ടുള്ളൊരു സിറ്റിയാണ്. അതുപോലെ മധ്യപ്രദേശിലേക്ക് കയറിയപ്പം കണ്ട ഒരു കാര്യം, ആൾക്കാർ നല്ല അപ്രോച്ച്, നല്ല റോഡുകൾ, നല്ല സ്മാർട്ടായിട്ടുള്ളൊരു ഏരിയ. ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിഷസിന്റെ കാര്യമൊന്നും ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പറയാത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ള സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉപ്പുമാവ് എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ മലയാളികളാണ്. അത് കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാരും മലയാളികള്. അതെ, തൃശ്ശൂർക്കാര്, ട്രിവാൻഡ്രംകാര്. അതെ. ഏകദേശം ഞങ്ങൾ 1800 കിലോമീറ്ററോളം കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കവർ ചെയ്തു. പിന്നെ ഒരു കാര്യം, വണ്ടിയുടെ ഇഞ്ചിന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു അൺയൂഷ്വൽ നോയ്സ് കേൾക്കുന്നുണ്ട്. മഹീന്ദ്രയുടെ ഏതെങ്കിലും ഒരു ഷോറൂം തപ്പി അങ്ങോട്ടേക്ക് ഒന്ന് പോകണം. അതൊന്ന് എന്തായാലും ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് അല്ലാതെ ഞങ്ങൾ മൂവ് ചെയ്യത്തില്ല. കാരണം ഇതാണല്ലോ നമ്മുടെ ഈ ജേർണിയിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ബേബി ഇതാണല്ലോ. നമ്മളെ ആയിട്ട് ഇതുവരെ എത്തി. ടയറ് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം കണ്ടീഷനിലാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. മൂവിങ്ങിന് പുള്ളിങ്ങിന് ഹീറ്റ് ടെമ്പറേച്ചർ ഇഷ്യൂസ് ഒന്നും വണ്ടി കാണിക്കുന്നില്ല. പക്ഷേ ഇഞ്ചിൻ്റെ ആ ഹെഡ് സൈഡിൽ നിന്ന് ചെറിയൊരു കരകരപ്പ് നോയ്സ് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കണം. സോ ഞങ്ങളുടെ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റേ ബി വിത്ത് us. നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ MP എങ്ങനെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ എൻഡ് ചെയ്യുന്നത് റേവ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് 375 കിലോമീറ്റേഴ്സാണ്. റേവയിലാണ് ഇന്നത്തെ ഞങ്ങളുടെ ഹോൾട്ടിങ്. അതും UP MP ബോർഡറാണ്. നാളെ അവിടുന്ന് 250 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ വാരണാസി അല്ലും. വാരണാസി ഞങ്ങൾ 2 ദിവസം സ്റ്റേ ഉണ്ട്, 2 നൈറ്റ് സ്റ്റേയാണ്. ഒരു ഫുൾ ഡേ വാരണാസി ഉണ്ട്. അപ്പോൾ വാരണാസിയിലെ കാഴ്ചകളൊക്കെ വളരെ പ്രത്യേകിച്ച് ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശിവനി എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു ടൗണിൻ്റെ ശിവനി ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഡിസ്ട്രിക്ട് ഹെഡായതേ. നമ്മൾ ഇപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ കേരളത്തിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം കോട്ടയത്ത് ഹെഡി വന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ഹെഡി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഹെഡുകൾ നമ്മൾ ചൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇച്ചിരിയുടെ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അക്കോമഡേഷന്, ഫുഡ്, അങ്ങനെ. അല്ലാതെ ഒരു തീരെ നമ്മൾ ഒരു ഇച്ചിരി കൂടെ ഒരു പോക്കറ്റ് സ്പേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിലിറ്റീസ് എല്ലാം പ്രശ്നമായി. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇഞ്ചിൻ റൂമിനകത്തുനിന്നൊരു ജർക്കിങ് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആക്സസ് ചെയ്യേണ്ടത് മഹീന്ദ്രയുടെ ഓതറൈസ്ഡ് ഷോറൂമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് മഹീന്ദ്രയുടെ ഡീലേഴ്സിനെ ഒരു 5 കിലോമീറ്റർ കാണിച്ചു. ഇപ്പോൾ 1 മിനിറ്റിൽ നമ്മളവിടെ ചെല്ലും. അപ്പോൾ ജസ്റ്റ് എന്താണ് ഇഞ്ചിൻ സൈഡിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കിയിട്ടെ. ഇഞ്ചിൻ്റെ ആയിരിക്കല്ല, ആ ഭാഗത്തുനിന്ന് സംതിങ് എന്തോ അല്ല മുമ്പിലാണ് കാണിക്കുന്നത്. അതെ, ജസ്റ്റ് ഔട്ട്സ്കേർട്ടിലേക്ക് ഇറങ്ങി ലാൻഡെല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇവിടെ എല്ലാം ഫാമിങ്ങും അങ്ങനെയുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും. ഇത് ഒരു സബ്സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ മധ്യപ്രദേശിലൂടെയുള്ള യാത്രകൾ. നമുക്ക് മോശമായിട്ട് തോന്നിയത് ആ ഒരു തെലങ്കാന കഴിഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു അല്ലേ?
മഹാരാഷ്ട്ര. ഇതുവരെ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിൽ നമുക്കൊരു റോഡ്, ഫസ്റ്റ് ഓഫ് ഓൾ റോഡ്, നമ്മുടെ ലഗേജ് എല്ലാം നല്ലപോലെ കിടന്നിളകി. കാരണം നമ്മൾ എങ്ങനെ പോയാലും ഒരു 100 ആവറേജ് കിലോമീറ്ററിലായിരിക്കും നമ്മൾ ഓടുന്നത്. അപ്പോൾ ചെറിയൊരു സ്പോട്ടിങ് എവിടെയെങ്കിലും റോട്ടിൽ കിട്ടിയാൽ മതി, വണ്ടി എടുത്ത് അടിക്കും. പ്രത്യേകിച്ച് താറെന്ന് പറയുമ്പോൾ ഒരു ഓഫ് റോഡ് നേച്ചർ ആണല്ലോ വണ്ടിക്ക്, അത് അറിയാമല്ലോ. യെസ്, മഹീന്ദ്ര ഷോറൂം ഇവിടെ കാണിക്കുന്നത്, പക്ഷെ അത് ക്ലോസ്ഡാണ്, അതില്ല അവിടെ. അപ്പോൾ നമുക്കിവിടെ ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കാം. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഗൂഗിൾ മാപ്പിൽ കിട്ടിയ നമ്മുടെ ഷോറൂം അവിടെ ഓപ്പൺ അല്ല, വർക്കിംഗ് ഫങ്ഷനിങ് അല്ല, കാർഡ് പിടിച്ച് കിടക്കുക. അപ്പം അടുത്ത് മഹീന്ദ്രയുടെ ഒരു ഷോറൂം കണ്ടു, സർവീസ് അല്ല ഷോറൂമാണ്. നമുക്ക് ഇവിടെ ഒന്ന് അന്വേഷിക്കാം. ആക്ച്വലി മഹീന്ദ്രയുടെ ഷോറൂം അൺഫോർച്ചുനേറ്റ്ലി ഈ ശിവണി എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലോസ് ആയിപ്പോയി. പക്ഷെ ഇത് മാരുതിയുടെ സർവീസ് സെൻ്റർ ആണേ. പക്ഷെ അവര് നമ്മുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ വന്നാൽ ചെക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഒരു പോസിറ്റീവ് അപ്രോച്ചായിരുന്നു. അതെ, നമ്മൾ എത്ര ലോങ് ജേണി ട്രാവൽ ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർ നമ്മളെ സഹായിക്കാനായിട്ട് കാണിച്ചൊരു മനസ്സെ. ഇനി വരുന്ന കാര്യം നടന്നാലും ഇല്ലേലും ഇനി ഇവിടുന്ന് 150 കിലോമീറ്റേഴ്സ് പോയി ജബൽപൂർ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് ഷോറൂം ഉള്ളൂ. वो पहले नहीं था, अभी सुना रहा है ऐसा. कभी कभी मिलता है ना साउंड. साउंड होता है. अरे यहाँ चले जाओ ना, इसका शोरूम तो वही मिस्त्री बैठता है. किधर? ये मिस्त्री बैठता वहाँ पर. यहाँ पर आपको नैना होटल पड़ेगा आपको. नैना होटल. हाँ, 1 किलोमीटर वहाँ कोर्ट का लिखा है, राइट साइड पे आपको पड़ेगा. ओके. यहाँ से 1.5 किलोमीटर पड़ेगा आपको. 1.5 किलोमीटर. 1.5 किलोमीटर यहाँ से. ठीक है. പോർഷയിൽ നിന്നാണ് ഒരു സൗണ്ട് വരുന്നത്. ഇനി വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. തൊട്ടടുത്തൊരു മഹീന്ദ്രയുടെ സർവീസ് ചെയ്യുന്ന ഒരാൾ ഉണ്ടെന്നാണ് പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് പുള്ളി ഒന്ന് കാണിച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ 150 കിലോമീറ്റർ ജബൽപൂർ എന്ന് കഴിഞ്ഞാൽ ഷോറൂം ഉണ്ട്, സർവീസ് സെന്റർ ഉണ്ട്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിന്റെ ആണെന്ന് പറഞ്ഞു അവര്. വേറെ അപ്പോൾ മഹീന്ദ്രയുടെ ഐദർ സർവീസ് സെന്റർ, ഷോറൂം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ ഒന്ന് കണ്ടുപിടിക്കണം. സോ ഗേസ്, നമ്മൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെഹിക്കിൾസ്. അതിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. ടയർ, അതുപോലെ എപ്പോഴും നമുക്ക് ആർക്കും നോക്കാൻ പറ്റുന്നൊരു സംഭവം ടെമ്പറേച്ചർ. ഏത് സമയം ടെമ്പറേച്ചറിൻ്റെ അവിടെ ഒരു ശ്രദ്ധ വേണം. പിന്നെ എല്ലാ ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ലീക്കുകൾ കാണിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള മിനിമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ടെക്നിക്കലി പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ലെങ്കിലും MP നല്ല ഡോഗ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടോ, എന്നാ കാണിച്ചേ. ഹായ് നല്ല ഡോഗ് പോക്കല്ലേ. ഹായ്, ഹലോ. ലാബ്രഡോറാണ്, നല്ല ഹെഡ് ഷേപ്പൊക്കെ ഉള്ള ഡോഗ്. സോ അതെ, അതിൻ്റെ പേറും ഉണ്ട്. അത് ഫീമെയിലാണ്, ലാബോ. അപ്പോൾ നമ്മൾ പോകുന്ന ട്രിപ്പിന് ഉപയോഗിക്കുന്ന വാഹനം ഏതാണോ, ബ്രാൻഡ് ഏതാണോ, നമ്മൾ ഓരോ സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഷോറൂംസും കൂടെ നിയർ ബൈ നോട്ടീസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഞങ്ങളെ ഇപ്പം തപ്പേണ്ട സിറ്റുവേഷൻസ് വരാതെ. അല്ല 1.5 കിലോമീറ്റർ മുന്നോട്ടില്ല എന്നാ പറഞ്ഞത്. ഇവര് ഓട്ടോയുടെ പുറകിലും സീറ്റ് വെച്ചിട്ടുണ്ട്. അതെ നമ്മുടെ പഴയ കാറിന്റെ പോലെ. അതെ, ജീപ്പിന്റെ ഒക്കെ ബാഗിലെ പോലെ. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ എല്ലാം നല്ല ലെവലാണ്, പരന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ ഈ 4 വീലർ അതുപോലെ മഹീന്ദ്ര ടൈപ്പിലുള്ള വണ്ടികളുടെ ഒന്നും ആവശ്യങ്ങൾ കുറവാണ്.
അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ വണ്ടി കണ്ടത് താറ താർ റോക്സ് നല്ലപോലെ കണ്ടായിരുന്നു. അത് അശോക് ലേലാൻഡാണ്. ഇത് മഹീന്ദ്രയുടെ ഷോറൂമാണ് ഈ കാണുന്നത്, സെയിൽസ് പോയിന്റ്. പക്ഷെ ഇത് പൂട്ടിപ്പോയി, നിന്നുപോയി. എന്നാണ് അവര് പറഞ്ഞേ. ആ, സ്പേസ് എല്ലാം ലോക്ക് ചെയ്തു. അപ്പോൾ മിക്കവാറും നോർത്തിലേക്ക് പോകുമ്പോൾ മഹീന്ദ്ര സർവീസുകൾ കാണാൻ കുറവായിരിക്കും. എങ്കിലും ജബൽപൂർ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഏകദേശം അവർ പറഞ്ഞ ദൂരം എത്തി. ഞങ്ങൾ റൈറ്റ് സൈഡിൽ മഹീന്ദ്രയുടെ ഒരു ഫസ്റ്റ് ചോയ്സ് കണ്ടു. അവരുമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. മഹീന്ദ്ര എന്നൊരു ചെറിയ ബോർഡ് കണ്ടല്ലോ. സ്റ്റിക്കർ വർക്കിന്റെ അതുകൂടെ നോക്കാം. കാർ സർവീസ് വർക്ക്ഷോപ്പ്. ഓക്കെ, എവിടെ മഹീന്ദ്ര? മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്. ഇവിടെ ഒന്നും തുറന്നതായിട്ട് കാണുന്നില്ല. ആൾക്കാരെ ആളുണ്ടോ? വർക്ക്ഷോപ്പിന്റെ ഷട്ടറൊക്കെ താത്തിരിക്കുക. ഇത് പണിക്കാരില്ലേ ഇന്നിവിടെ? ഉണ്ടോ? इधर महिंद्रा का शोरूम बंद किया अभी है? महिंद्रा की शोरूम भी बंद है। वो आसपास है? हाँ, ये नैना होटल देख रहे हैं? हाँ, ये नैना होटल। हाँ, नैना होटल। हाँ, उसी के नीचे महिंद्रा ओ शരി, ओके. और इधर से कितना दूर चलना है? वो जबलपुर है? काम क्या करवा? अच्छा, रेवा जा रहे हैं. रेवा गाड़ी में काम क्या करवा? एक साउंड आता है इससे, हाँ। वो देखने के लिए. तो आप वही शोरूम में कराएंगे तो मैं इधर करवा दूँ, मेरे पास भी है. आदमी है हाँ. देखने के लिए? हाँ. बुलाओ. ഇവിടെ ഒരാളുണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് നോക്കാം. ഇവിടെയാണ് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അറിയാലോ. സോ അവിടുന്ന് ഞങ്ങൾ പോകുന്നു, കാരണം അവിടെ നടന്നില്ല. ഇവിടുന്ന് ജബൽപൂർ റൂട്ടിൽ റേവ എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് 122 കിലോമീറ്റേഴ്സാണ്. സ്റ്റാർ ഓട്ടോമൊബൈൽസ് മഹീന്ദ്രയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ്. അത് ഇവിടുന്ന് പറഞ്ഞു തന്നാൽ അവർ. അപ്പോൾ അവരും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നീന ചോദിച്ചത് എന്താ? നീന ചോദ്യം ചോദിച്ചേ? അല്ല, അതെങ്ങനെ ആ സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. എനിക്കൊരു സൗണ്ട് ഡിഫറൻസ് ഒന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഒരു കോമൺ മാൻ്റെ ഒരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് ഒന്നും അങ്ങനെ അറിയില്ല. ജസ്റ്റ് ഇതിൻ്റെ സ്പെക്കൊക്കെ നമ്മൾ പരിചയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അഴിച്ചു കഴിഞ്ഞാൽ എന്ത് നട്ട് ബോൾട്ട് ഒരു കാര്യവും നമുക്കറിയില്ല, എനിക്കറിയില്ല പേഴ്സണലി. പക്ഷെ ഒരു കാര്യം, നമ്മൾ ബേസിക്കായിട്ട് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു വണ്ടിയുടെ സൗണ്ട് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ. എങ്കിലും ഒരു അൺയൂഷ്വൽ സൗണ്ട് എവിടുന്നെങ്കിലും, ഇപ്പം ടയർ അലൈൻമെൻറ്റ് മാറിയാൽ പോലും നമ്മൾ ഇടയ്ക്ക് റണ്ണിങ്ങിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ടയർ ചെയ്യുന്ന ഒരു അൺയൂഷ്വൽ നോയിസ്, നമുക്ക് ഒരു വേവിങ് സൗണ്ട്, കോൾ ചെയ്യുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇത്രയോ ചെയ്യുന്നുള്ളൂ. ഓയിലിൻ്റെ ബാർ ഒന്ന് ചെക്ക് ചെയ്യും. അതുപോലെ വണ്ടി റണ്ണിങ് ടൈമിൽ ടെമ്പറേച്ചർ നോക്കും. സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ ലീക്കും എല്ലാം കാണിക്കുന്നുണ്ടോ നോക്കും. ഇത്രയും അങ്ങനെ സൗണ്ട് ഒബ്സർവ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ സൗണ്ട് അൺയൂഷ്വലായിട്ട് വന്നത്. ഇപ്പം ഇവർ പറഞ്ഞത് എവിടെ എന്തോ ഒരു വാഷർ പോയിട്ടുണ്ടെന്നാ. ശരിയാ, ഒരു വാഷർ എവിടെയോ പോയിട്ട് ഒരു മെറ്റൽ ടു മെറ്റൽ ഒരു ടച്ചിങ് വരുന്നതാണ് ആ ഒരു ജർക്കിങ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എനിവേ റിസ്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഒരു 122 കിലോമീറ്റേഴ്സ് ഇവിടുന്ന് ഈ കണ്ടീഷൻ തന്നെ ഓടണം. അപ്പോൾ അധികം RPM ഒന്നും കയറ്റാതെ നമ്മളൊരു സ്ലോ ക്രോസിങ് നടത്തി പോകാന്നുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ. ഗസ്, ഇത് NH44 ആണ്. ഇപ്പോഴത്തെ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്ന് ജബൽപൂർ വഴി റേവ, മധ്യപ്രദേശിലാണ്. ഇപ്പോൾ താഴത്തെ ഈ വ്യൂ കണ്ടോ?
ഇത് ബൈൻഗംഗ റിവറാണ്. ബൈൻഗംഗ റിവർ നല്ല ഭംഗിയാണ് റിവർ കാണാനായിട്ട്. അതിൻ്റെ സൈഡിൽ നല്ല കൃഷി സ്ഥലങ്ങളും ഇതുണ്ട്. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ശരിക്കും ഞങ്ങൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ ആഫ്രിക്കയിലെ ഒരു ഡ്രോട്ട് ഫോറസ്റ്റിലേക്കൊക്കെ നോക്കുന്ന പോലെയാണ്. ഇതാണ് ബൈൻഗംഗ റിവർ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. മധ്യപ്രദേശിലെ സിയോണി ഡിസ്ട്രിക്റ്റിലാണ്. നമ്മുടെ ജബൽപൂരിലേക്കുള്ള യാത്ര. റേവയിലേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് മിഡ് ഏരിയ ജബൽപൂറാണ് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ റിപ്പയർ കംപ്ലൈൻറ്റ് കാണിക്കുന്ന അവിടെ നോട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ നിർത്തിയത്. ഇത് ഒരു ലിങ്ക് റോഡ് NH34 കാണിക്കുന്നത്. കംപ്ലീറ്റ്ലി ഉണ്ട്. ഇത് കോൺക്രീറ്റാണ്, ടാറിങ്ങേ ഇല്ല. കംപ്ലീറ്റ് കോൺക്രീറ്റ് റോഡാണ്. ഇത്രയും സ്ട്രെച്ച് ഹൈവേ കോൺക്രീറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള ആ കൃഷി സ്ഥലങ്ങൾ കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും. ആ ഡ്രോൺ ഷൂട്ട് ഒന്ന് കണ്ടു നോക്കണം. In Madhya Pradesh, Sioni district, Sioni to Jabalpur റൂട്ടിൽ NH34. നല്ല ചൂടാണ്. പക്ഷേ നല്ല ചൂടാണേലും കേരളത്തിൻ്റെ ഒരു അവസ്ഥയില്ല, ഹ്യൂമിഡിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് നേരമൊക്കെ ഇറങ്ങിയിരിക്കാം. തണലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും കിട്ടും. ചൂടിന് നല്ല പൊള്ളുന്ന ചൂടുമായിരിക്കും. ഗോഡൗൺ കാണുന്നുണ്ട്. ചിലപ്പോൾ മേ ബി ഇവിടെ എല്ലാം ഈ നെൽകൃഷികളാണ് കൂടുതൽ കാണുന്നത്. അതിനെന്തെങ്കിലും ഒരു ഗോഡൗണോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. ഇനി ഒരു ഇൻഡസ്ട്രിയൽ കാര്യങ്ങളല്ല. അത് ഇൻഡസ്ട്രിയൽ സെറ്റപ്സോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സോ ഒന്നുമില്ല.
അപ്പോൾ മഹീന്ദ്രയുടെ ഷോറൂം സർവീസ് സെൻറ്റർ തേടിയുള്ള നമ്മുടെ നീണ്ട 125 കിലോമീറ്റർ യാത്ര, ആ സൗണ്ടും വെച്ച് അങ്ങനെ ഇത്ര നമ്മൾ ഓടിച്ച് വേറെ നിവർത്തിയില്ലായിരുന്നു. മഹീന്ദ്ര ഷോറൂം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് 1.4 കിലോമീറ്റർ. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഞാൻ അവിടുത്തെ സ്റ്റോറി എന്താ, അങ്ങനെ ഒരു ഷോറൂം അവിടെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ വിളിച്ച് ചോദിച്ച് നിൽക്കാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിൽ തന്നെ, നമ്മൾ എവിടെയും ഡൈവേർട്ട് ചെയ്യുന്നില്ല, ഇതേ ഹൈവേ തന്നെ. നമുക്ക് NH30 ആണ്. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതുവരെ NH44 ആയിരുന്നു. കന്യാകുമാരി ശ്രീനഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ വഴിയാണ് നമ്മൾ പൊക്കോണ്ടില്ല, ലോങ് സ്ട്രെച്ച്. അവിടെ നമ്മൾ ഡൈവേർട്ട് ചെയ്തു, ശിവന ഡിസ്ട്രിക്റ്റിൽ നമ്മൾ തിരിഞ്ഞു. ഇപ്പോൾ NH30 ആണ്, അലഹബാദ് ഹൈവേയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. റേവ അതുപോലെ വാരണാസി ഒക്കെ പോകുന്ന സ്ഥലം. ഇവിടുന്ന് വാരണാസി 300 കിലോമീറ്ററാണ്. നാളെ ഞങ്ങൾ വാരണാസിയാണ് എത്തുന്നത്. സ്റ്റേ അവിടെ 2 ദിവസം. ഹൈദരാബാദ് ഞങ്ങൾക്ക് അത്ര എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. 1-2 സ്ഥലത്തൊക്കെ പോയി അതിൻ്റെ ഷൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ വാരണാസി നല്ലപോലെ അവിടെയൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് അവിടെ ഒന്ന് കറങ്ങണമെന്നുണ്ട്. ഏതാ കാണുന്നത്? ഏതോ ട്രാക്ടറിൻ്റെ ഷോറൂമാണ്, ഫാം ട്രക്സിൻ്റെയാണ്. അതാണ് നമുക്ക് പോകേണ്ട ഹൈവേ NH30. നമ്മളിപ്പോൾ ബൈ റോഡ് കയറി, വിച്ച് മീൻസ് നമുക്ക് ഷോറൂം കറക്റ്റ് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കിട്ടിയിരുന്നത്. ഇവിടെ ഈ അടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നത് മാരുതിയുടെ ഷോറൂമാണ്. യെസ് റീച്ചിങ്. സമാധാനമായി മഹീന്ദ്രയുടെ വലിയൊരു ഷോറൂമാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു മഹീന്ദ്ര. ഇവിടെ ആയിരിക്കും, അപ്പുറത്തായിരിക്കും എൻട്രൻസ്. ഒന്ന് ടിക്കറ്റ് ഒന്ന് ചോദിക്കട്ടെ. യെസ് ഗേസ്, ഫൈനലി 125 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്ത് ഞങ്ങൾ മഹീന്ദ്ര ഷോറൂം എത്തിയിരിക്കുന്നു. വാവ്, ഇത്ര അവസ്ഥ നമ്മുടെ എന്തോ വീട്ടുകാരെ നമ്മുടെ സ്വന്തക്കാരെ ആരെയും കണ്ട പോലെയാണ്. അവർ നമ്മുടെ സ്റ്റിക്കറിങ്ങും നമ്മുടെ സിറ്റുവേഷൻസും വരവും ലോങ് സ്ട്രെച്ചും എല്ലാം കണ്ടപ്പോൾ ഒരു മോസ്റ്റ് വെൽക്കം ചെയ്തു. കമോൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വണ്ടി ഒന്ന് ഷോറൂമിലേക്ക് കയറ്റുവാണ്. നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം 1800, ഇപ്പോൾ 2000 കിലോമീറ്റേഴ്സ് ഇല്ല. അതിനിടയ്ക്ക് നമുക്കൊരു കംപ്ലൈൻറ്റ് കിട്ടി. അപ്പോൾ കേസ് നമുക്ക് ഷോറൂമിലേക്ക് അവർ കയറി പറഞ്ഞിട്ടുണ്ട്. കയറി ചെല്ലാൻ പറയുന്നത് നമ്മൾ വണ്ടി കണ്ടപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി, ലോങ് സ്ട്രെച്ച് ലോങ് റൈഡാണ്. അപ്പോൾ നമ്മളോട് വണ്ടി കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇതാണ് വലിയൊരു സർവീസ് സെൻ്ററാണ്, ഷോറൂമും സർവീസും എല്ലാം കൂടെ. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ്. സ്ഥലം ജബൽപൂർ, മധ്യപ്രദേശിലാണ്. വണ്ടിയുടെ ഒരു കംപ്ലൈന്റ് ഐഡന്റിഫൈ ചെയ്തു. ടെൻഷനർ കംപ്ലൈന്റ് ആയെന്നാ പറഞ്ഞേ. ഇപ്പൊ ടെൻഷനറിന്റെ മറ്റേ ബെൽറ്റ് ഓടുന്ന ടെൻഷനർ കണക്ട് ചെയ്തിട്ടാ. നമ്മള് കോട്ടയത്ത് വെച്ച് ഇതിന്റെ സർവീസിന് കൊടുത്തല്ലേ ചെക്കപ്പിന്? കോട്ടയത്ത് ഹൊറൈസന്റെ ഷോറൂമിൽ പ്രത്യേകിച്ച് കൊടുത്തിരുന്ന. ഇപ്പൊ പെട്ടെന്ന് ഈ റണ്ണിങ് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇനി അതൊരു ചെറിയ കാര്യമല്ല. ഈ ലോങ് റൈഡിൽ വരുന്ന സമയത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറയാൻ, ഞാൻ ആ സൗണ്ട് ഒബ്സർവേഷൻ അങ്ങനെ നോക്കിയില്ല. പിന്നീട് ട്രാവലിംഗ് തുടങ്ങിയതിന് ശേഷം, തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഇന്നിപ്പം സാറ്റർഡേ, നാളെ സൺഡേ. അപ്പൊ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഇവിടെ എടുത്താലും നമുക്ക് സാധനം കിട്ടില്ല. അതുകൊണ്ട് വെറുതെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കാര്യമില്ല. വാരണാസിയിലെ ഒരു സപ്ലയറിന്റെ ഡീലറിന്റെ നമ്പർ വന്നിട്ടുണ്ട്. അതായത് നാളെ സൺഡേ ആണ്. ഇനി മൺഡേ അപ്പോയിന്റ്മെന്റ് എടുത്ത് പാർട്സ് മാറി, ഇത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല, പാർട്സ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അണ്ടർ വാറണ്ടിയിലാണ് വണ്ടി. അപ്പോൾ വാറണ്ടിയിൽ സർവീസ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് അത്. സോ ഞങ്ങളിപ്പം അഗെയിൻ 460 കിലോമീറ്റർ വീണ്ടും മൂവ് ചെയ്യാൻ പോവാം വിത്ത് ദിസ് കണ്ടീഷൻ. വാരണാസിയിൽ രാജ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, മഹീന്ദ്രയുടെ UP-ലെ ഡീലറാണ്. ഇപ്പൊ നമ്മളൊന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോവാം. അവിടുത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ ഒരു പ്ലേസ് തപ്പി നടക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കടന്നു പോയായിരുന്നു. ഒന്ന് റോങ് സൈഡ് തിരിച്ചു പോവാ. അത് അവരോടൊന്ന് പോയി ചോദിക്കാം, ആ ഏരിയ ഒന്ന് വെച്ച് കുക്ക് ചെയ്താലോ കുഴപ്പമുണ്ടോ. തണല് ആ ഒരു മരത്തിന്റെ സൈഡിലായിട്ടാണ്.
ഓ, അത് ടയർ ചേഞ്ച് ചെയ്യുന്ന സംഭവം തോന്നുന്നേ. അതെ അതെ കുക്ക് ഇതല്ല ഉണ്ട് ചെറിയ വെള്ളം സൗകര്യം പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയൊരു കടയുണ്ട്. ഈ ഒരു സ്പേസ് കാണിച്ച് ഇവിടെ ഒതുക്കി നിർത്തി കുക്ക് ചെയ്യാൻ സൗകര്യം. നല്ല ഒതുങ്ങിയൊരു സ്പേസാണ്. ചോദിക്കാം എന്തായാലും. പഴയ എന്തോ പൂട്ടിപ്പോയ എന്തോ റെസ്റ്റോറൻറ്റ് പോലെ എന്തോ സംഭവം പുള്ളിയോടും ചോദിച്ചിട്ട് വരാം. ജബൽപൂർ റേവ ഹൈവേ ഫ്രം മധ്യപ്രദേശ് ടു UP. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ അവിടെ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവരുമായിട്ടൊന്ന് ചോദിക്കാം. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്. ജി हम केरला से आ रहे हैं. वो थोड़ा खाना कुकिंग करना चाहिए, बनाना चाहिए. उधर बनाया तो मुश्किल नहीं? कोई मुश्किल नहीं. താങ്ക് യു സോ മച്ച്. कोई दिक्कत. നല്ല ആൾക്കാരാണ്. ഒരു കുഴപ്പവും. അവിടെ നമുക്ക് സൗകര്യമായിട്ട് കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ കേരള സിക്കിം ട്രിപ്പിൽ ഞങ്ങൾ ഇന്ന് ആദ്യത്തെ റോഡ് സൈഡ് കുക്കിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇച്ചിരി കഞ്ഞിയും പയറുമൊക്കെ അച്ചാറൊക്കെ കൂട്ടി ഇച്ചിരി കഞ്ഞി കുടിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹം.